ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട്ണർഷിപ്പ് റിട്ടയർമെൻറ്റിൻ്റെ ഒരു വലിയ മോഡൽ ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ എഴുതിയിട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി ഓൺ 31st March 2016 ഈസ് ഗിവൺ ബിലോ. ബാലൻസ് ഷീറ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് 50,000. ദെൻ റിസർവ് തന്നിട്ടുണ്ട്. റിസർവ് പാർട്ട്ണർമാരുടെ ഓൾഡ് റേഷ്യോയിൽ അവർക്ക് വിധിച്ചു കൊടുക്കണം 15,000. പിന്നെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. എയുടെ ക്യാപിറ്റൽ 80,000, ബിയുടെ ക്യാപിറ്റൽ 70,000, സിയുടെ ക്യാപിറ്റൽ 80,000. ക്യാഷ് അറ്റ് ബാങ്ക് 7,000, സ്റ്റോക്ക് 40,000, സൺട്രി ഡെപ്റ്റേഴ്സ് 18,000, ദെൻ മെഷീനറി 80,000, ബിൽഡിംഗ് 1,40,000, പേറ്റൻറ്റ് 10,000, ടോട്ടൽ 2,95,000 ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ഇനി അവരുടെ എഗ്രിമെൻറ്റ് ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 2:2:1. ഇത് ഓൾഡ് റേഷ്യോ ആണ്. 2:2:1 എന്നുള്ള ഓൾഡ് റേഷ്യോ ആണ്. 2:2:1. ബി ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദി ഫേം. ബി ആണ് ഇവിടെ റിട്ടയർ ചെയ്യുന്നത്. അത് നോട്ട് ചെയ്യണം. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് എ ആൻഡ് സി വുഡ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:3. ഇത് ന്യൂ റേഷ്യോ. 5:3 എന്നുള്ളത് ബി റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ ആണ്, ന്യൂ റേഷ്യോ. ഇനി ഗുഡ് വില്ല്, ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വില്ല് 1,05,000 എന്ന് വാല്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീനറി, ഇവിടെ മെഷീനറി ബാലൻസ് ഷീറ്റിൽ മെഷീനറി 80,000 ആണ്. മെഷീനറി കുറഞ്ഞു. മെഷീനറി 75,000 ആയി. ബിൽഡിങ് കൂടി 1,40,000 ആണ് ബാലൻസ് ഷീറ്റിൽ. 1,50,000. വാല്യൂ സ്റ്റോക്ക് 30,000 ആണ്. സ്റ്റോക്ക് അവിടെ സ്റ്റോക്കിൻ്റെ വാല്യൂ 40,000 ആണ്. സ്റ്റോക്ക് 10,000 കുറഞ്ഞു. ഇനി എമൗണ്ട് ഓഫ് 1,500 ഷുഡ് ബി റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഡെറ്റ്. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കാൻ. കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ പറഞ്ഞാൽ റിവലേഷൻ അക്കൗണ്ടും പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ മെഷീനറിയുടെ വാല്യൂ കുറയുവാണ്. 80,000 75,000 കുറഞ്ഞ ബാക്കി 5,000. ആ ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി. സ്റ്റോക്ക് 40,000 നിന്ന് 30,000 ആയിട്ട് കുറഞ്ഞ ബാക്കി 10,000 ഇവിടെ വരണം. ബിൽഡിംഗ് 1,50,000 കൂടുക ചെയ്ത് 1,40 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 1,50 അപ്പോൾ ഇവിടെ 10,000 ബിൽഡിംഗ് അപ്രീസിയേഷനാണ്. ഇനി ഇതിൻ്റെ പ്രൊവിഷൻ ഫോർ ബാഡറ്റ് 1,500 എന്ന് തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡറ്റ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 16,500. ഇതിൻ്റെ ഡിഫറൻസ് ഇവർക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബാലൻസ് കൊടുക്കണം. ഇതിൻ്റെ ബാലൻസ് 6,500 വരും. ബാലൻസ് 16,000 നിന്ന് 10,000 പോയാൽ 6,500. ഈ 6,500 ഈ റേഷ്യോ ഇല്ല. അതായത് 2:2:1 എന്നുള്ള പ്രൊപ്പോർഷനെ വീതിക്കുമ്പോൾ 2,600 എയ്ക്കും, ബിക്ക് 2,600, സിക്ക് 1,300 വരും. ഇനി ഇത് വെച്ച് നമ്മൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം. ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 3 പേരുടെ ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. പിന്നെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ലോസ്. അത് പിന്നെ ഇവർക്ക് ആ റിസർവ് ഉണ്ട്. ആ റിസർവ് 15,000 ഓൾഡ് ബാലൻസ് ഷീറ്റ് കിടപ്പുണ്ട്. അത് 2:2:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ അവർക്ക് വീതിച്ചു കൊടുക്കുക. ഇനി ഗുഡ് വില്ല് ഷെയർ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി ഞാൻ എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എയും സിയും കൂടെ ഇയാളുടെ ഗുഡ് വില്ല് സഹിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 23,000, അത് ഗെയിനിങ് റേഷ്യോയിൽ 625 വരും. അപ്പോൾ തന്നെ ബിയുടെ റേഷ്യോയിൽ 18,375 വരും. ഇത് ബിക്ക് ഗെയിനാണ്. ബിക്ക് ഈ തുക കൊടുത്തു വിടണം. ഇത് ഇവർ രണ്ടുപേരും കൂടി, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ കുറയുന്ന അർത്ഥം. അപ്പോൾ ഇവർ രണ്ടിനും കൂടി ഇത് ബെയർ ചെയ്യണം. 23,625 എയുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയും. പിന്നെ 18,375 ബിയുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയും. അപ്പം ബാക്കി എയുടെ ബാലൻസ് 59,775, സിയുടെ ബാലൻസ് 63,325 വരും. പിന്നെ ഈ ബിക്ക് 1,18,000 ആണ് ബിയുടെ ടോട്ടൽ. അതിൽ നിന്ന് ഈ 2,600 പോയിട്ട് ബാക്കിയുള്ളത് ബിയുടെ ലോൺ അക്കൗണ്ട്. അപ്പം തന്നെ കൊടുത്ത് വിടുന്നില്ല. ബി റിട്ടയർ ചെയ്യും. അപ്പോൾ അവിടെയുടെ ലോൺ അക്കൗണ്ട്, ബീസ് ലോൺ അക്കൗണ്ടിലേക്ക് ആ തുക ട്രാൻസ്ഫർ ചെയ്യണം. 1,15,400 ഇങ്ങനെ ബിക്ക് കൊടുക്കാനുള്ള ലോൺ അക്കൗണ്ടിലേക്ക്. എന്നിട്ട് ഈ ലോൺ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം. ഇനി ബാലൻസ് ഷീറ്റിൽ അവിടെ ഓരോ ഐറ്റം മാറ്റമില്ലാത്ത അതുപോലെ തന്നെ എടുത്തെഴുതുക. മാറ്റമുള്ളത് എത്രയാണോ തുക മാറിയത്. അപ്പം ക്രെഡിറ്റേഴ്സ് 50,000 ആണ്. പിന്നെ ബിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രയാണോ ബാലൻസ് മാറ്റിയത് ആ എമൗണ്ട് വേണം ലോൺ അക്കൗണ്ടിലേക്ക് കാണിക്കാൻ.
ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസ് കണ്ട് കിട്ടിയ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് വേണം. ഇവിടെ 59,775 ദെൻ 63,325. ഇനി ക്യാഷ് അറ്റ് ബാങ്കിന് മാറ്റമില്ല. ക്യാഷ് അറ്റ് ബാങ്ക് അങ്ങനെ തന്നെ. സ്റ്റോക്കിന് മാറ്റമുണ്ട്. സ്റ്റോക്ക് 30,000 ഉള്ള 30,000 ഇവിടെ കാണിക്കുക. പിന്നെ സൺഡേ ഡെറ്റേഴ്സിൽ നിന്ന് 1,500 പോയാൽ ബാക്കി 16,500 വരും. 16,500. മെഷീനറി ഇവിടെ കുറഞ്ഞു പോവുകയാണ് ചെയ്തതുകൊണ്ട് മെഷീനറിയുടെ അവിടെ ഉള്ള വാല്യൂ കാണിക്കുക 75,000. ബിൽഡിങ്ങിന് അപ്രീസിയേഷനാണ്. 1,40,000 എന്നുള്ള 1,50,000 പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കുത്തകയാണ്. അത് അസറ്റാണ്. ആ അസറ്റിനൊരു മാറ്റവും ഇല്ല. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 2,88,500. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പുതിയ ഒരു പാർട്ട്ണർ റിട്ടയർ ആയി കഴിയുമ്പം അയാൾക്ക് കൊടുക്കാനുണ്ട് തുക. ആ കൊടുക്കാനുള്ള അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുക. ക്യാഷ് ആയിട്ട് അപ്പോൾ കൊടുക്കുന്നില്ലെങ്കിൽ. ഇനി കാൽക്കുലേഷൻസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗുഡ് വില്ല് ഷെയർ ചെയ്യുന്ന ഗെയിനിങ് റേഷ്യോയിലാണ്. അതിൻ്റെ കാൽക്കുലേഷനുണ്ട്. അതുപോലെ തന്നെ ഗുഡ് വിൽ അങ്ങനെയാണ്. പേയ്മെൻറ്റ് ടോട്ടൽ ഗുഡ് വില്ലാണ് ഇത്. അത് അയാളുടെ മാത്രം ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ ജേണൽ എൻട്രി ചെയ്ത് പാസ് ചെയ്യുക. ഇതെല്ലാവരും നോക്കി വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.